ഹലോ, എന്നൊക്കെയുണ്ട് സുഖല്ലേ? നമ്മളിപ്പോൾ മംഗലാപുരത്തായിട്ടുള്ളത്. പണ്ടേ ചേട്ടായി മംഗലാപുരത്ത് പഠിക്കുമ്പോൾ തൊട്ട് ആഗ്രഹിക്കുന്ന സ്ഥലമാണ് മംഗലാപുരം പോകണമെന്ന്. പക്ഷെ പോകാൻ പറ്റിയില്ല, ഇപ്പോഴാണ് എനിക്ക് പോകാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ മംഗലാപുരത്ത് പോകുമ്പോൾ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നൊരു സ്ഥലമാണ് താജ് മഹാൽ എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ്. എൻ്റെ മക്കളെ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. ഇവിടത്തെ ഈ ഒരു വടയുണ്ടല്ലോ, നല്ല ടേസ്റ്റ് കേട്ടോ. ഈ ഒരു വട, ഈ ഒരു ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. പക്ഷേ എന്താണെന്നല്ലേ, ഇപ്രാവശ്യം ഈ ചമ്മന്തി ഭയങ്കര ഫ്ലോപ്പായിരുന്നു. പക്ഷേ സാമ്പാർ നല്ലതായിരുന്നു. പിന്നെ ഉണ്ടല്ലോ, ഞാനിവിടെ വരുമ്പോൾ എപ്പോഴും കഴിക്കുന്നൊരു സാധനമാണ് ഈ വടയും പിന്നെ തുപ്പദോശ എന്നൊരു സംഭവം. ഇതാണ് തുപ്പദോശ. ഞാൻ മംഗലാപുരത്ത് വരുമ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവത്തെ പറ്റി കേൾക്കുന്നത്. പിന്നെ എപ്പോൾ മംഗലാപുരം വന്നാലും ഇവിടെ വന്നിട്ട് ഇത് കഴിക്കത്തുള്ളൂ. ശരിക്കും ഈ ഒരു ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം ചമ്മന്തി ഫ്ലോപ്പായതുകൊണ്ട് ചമ്മന്തി ഫ്ലോപ്പായിരുന്നു. പക്ഷേ തുപ്പദോശ അല്ലാതെ ചുമ്മാ കഴിക്കാൻ നല്ല കേട്ടോ. പക്ഷേ സാമ്പാർ കൂട്ടി കഴിക്കാൻ നല്ലതായിരുന്നു. പിന്നെ ഞാൻ രണ്ടും കൂട്ടില്ല, ഞാൻ തുപ്പദോശ തന്നെയായിട്ട് കഴിച്ചു. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടുത്തെ കാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. നല്ല കോഫിയാണ്. പിന്നെ അവിടുത്തെ കോഫി കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് റൂബർ എടുത്തിരുന്നത് സെൻറ്റ് അലോഷ്യസ് ചാപ്പലിലോട്ട് പോയി. മംഗലാപുരത്ത് ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള ചാപ്പലാട്ടോ സെൻറ്റ് അലോഷ്യസ്. എനിക്ക് പണ്ടോട്ട് ഇങ്ങനത്തെ പള്ളികളും ഇങ്ങനത്തെ പഴയ കെട്ടിടങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഭംഗിയാണ് ഇതിനകത്ത് കാണാനായിട്ട്. പിന്നെ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ അകത്തോട്ട് എടുത്തില്ല. പക്ഷെ പിന്നീട് എടുക്കാമായിരുന്നു എന്ന് തോന്നി, കാരണം എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മ്യൂസിയം ഒരു തവണയ്ക്ക് കാണാനുള്ളൂ. പക്ഷെ ഞാൻ എടുത്തില്ല. പക്ഷെ പള്ളി നമുക്ക് എത്ര വേണമെന്നിരിക്കാൻ തോന്നും, കാരണം അത്രയ്ക്ക് നല്ല സമാധാനം കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ അവിടെ നമ്മൾ നേരെ ഷെട്ടി ലഞ്ച് ഹോമിലോട്ട് പോയി. ഞാനേ ഒത്തിരി കേട്ടിട്ടുണ്ട് ഷെട്ടി ലഞ്ച് ഹോമിലെ ഫുഡിനെ പറ്റി. അപ്പോൾ അവിടെ ഭയങ്കര ഹൈപ്പ് കൊടുത്ത 2 ഫുഡുണ്ട്. എന്താണെന്നറിയാമോ? ആ ഫുഡ് കഴിക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ ലഞ്ച് ഹോം കാണാൻ നല്ല രസമൊക്കെയുണ്ട്, അകത്തോട്ടും പുറത്തൊക്കെ ഭംഗിയുണ്ട്. പക്ഷെ അവരുടെ ഹൈപ്പിലുള്ളൊരു സാധനമായിരുന്നു ഈ ഒരു ഗീ റോസ്റ്റ് ചിക്കനും നീർദോശ അങ്ങനെ എന്താണ്. പക്ഷേ ഞാൻ പറയട്ടെ, ഇവരുടെ ഹൈപ്പിലുണ്ടായിരുന്ന ഈ ഒരു സാധനം, ഈ ദോശ, ഇതിനൊരു ടേസ്റ്റും എനിക്ക് വന്നില്ല. പക്ഷേ ചിക്കൻ നല്ലതായിരുന്നു, അതിലും നല്ലതായിരുന്നു ഇവരുടെ ഞാൻ മേടിച്ച ഹാഫ് ബിരിയാണി. ഉറപ്പായിട്ട് നിങ്ങൾ ഇവരുടെ ഹൈപ്പിലുള്ള ഈ ഒരു ചിക്കനും ദോശയും കഴിക്കാതെ നിങ്ങൾ ആ ബിരിയാണി കഴിക്കണം. കാരണം ബിരിയാണി ഭയങ്കര ടേസ്റ്റായിരുന്നു, നല്ലതായിരുന്നു. പക്ഷെ ബിരിയാണിയെ പറ്റി ആരും ഇതുവരെ പറയാൻ കേട്ടില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കഴിച്ചിട്ട് നമ്മൾ കരിക്കൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് റൂം വെക്കേറ്റ് ചെയ്ത്